ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള എഗ് ഓംപ്ലേറ്റ് വീട്ടിലൊന്ന് തയ്യാറാക്കാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും തട്ടുകടയിൽ നിന്ന് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമല്ലേ? എസ്പെഷ്യലി പെറോട്ട ബീഫ്, ദോശ ചമ്മന്തി, എഗ് ഓംപ്ലേറ്റ്, പിന്നെ ചിക്കൻ ഫ്രൈ. ഇതെല്ലാം ഒരു പ്രത്യേക രുചിയാണ് തട്ടുകടയിൽ പോയി കഴിക്കുക എന്ന് പറയുമ്പോൾ, അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന എഗ് ഓംപ്ലേറ്റിന് വേണ്ടി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഒരു ചെറിയ സബോള ചെറുതായി ഇതുപോലെ അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്, ഞാൻ ഒരുപാട് എരിവില്ലാത്ത ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത്. നിങ്ങൾ എടുക്കുമ്പോൾ എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു മുളകിന്റെ പകുതി എടുത്താൽ മതിയാവുകയെ. പിന്നെ അതിന്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, എണ്ണ എപ്പോഴും കോക്കനട്ട് ഓയിൽ വേണം നമ്മൾ എടുക്കാൻ, എന്നാൽ മാത്രമേ ആ തട്ടുകട സ്റ്റൈലിലുള്ള നല്ല മുരിഞ്ഞ എഗ് ഓംപ്ലേറ്റ് നമുക്ക് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഈ മുട്ടയും സബോളയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ എല്ലാ തട്ടുകടയിലും നമ്മൾ കാണാറുള്ളതല്ലേ, ഇതുപോലൊരു സ്റ്റീൽ കപ്പിലായിരിക്കും അവർ മുട്ടയും സബോളയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ ചൂടായിരിക്കുന്ന ദോശക്കല്ലിലേക്ക് ഒഴിച്ചാണ് നമുക്ക് ഓംപ്ലേറ്റ് തയ്യാറാക്കി തരുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു സ്റ്റീൽ കപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പിലേക്ക് നമുക്ക് ഈ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിന്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതിനെ നല്ലപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ പാനിലേക്ക് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കുക. പിന്നെ നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ടാണ് ഞാൻ മുട്ട ഒഴിക്കുന്നതിന് മുമ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നല്ലപോലെ മുരിഞ്ഞു കിട്ടും നമ്മുടെ ഓംപ്ലേറ്റ്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി മുട്ടയുടെ മുകളിലേക്ക് വിതറി കൊടുക്കാം. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ഓംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ നല്ല സ്പൈസി ആയിരിക്കുമല്ലോ, അപ്പൊ അത്യാവശ്യം സ്പൈസിയിലാണ് ഞാനിവിടെ ഓംപ്ലേറ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിന്റെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ മുട്ടയുടെ ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ദേ നമ്മുടെ തട്ടുകട സ്റ്റൈല് എഗ് ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.